റൈറ്റ് എടുത്തിട്ട് വേണം പോവാൻ. ഈ വണ്ടിക്ക് സ്റ്റെബിലിറ്റി നല്ലോണം. But we successfully completed. Hello guys, welcome back to my YouTube channel. നമ്മൾ ജസ്റ്റ് ഒരു റൈഡ് ഇറങ്ങിയാണ് ടു ചൂട്ടാട് ബീച്ച്. അപ്പോൾ പോകുന്നതൊക്കെ നിങ്ങളോടെല്ലാം കുറച്ച് സംസാരിക്കാമെന്ന് വെച്ചിട്ട് ഒന്നെയാണ്. അതായത് നമ്മളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ബീച്ചിൽ അങ്ങോട്ടെവിടെയും പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. പിന്നെ ചൂട്ട് വന്നു, അത് മഴയാണ്, പക്ഷെ ഒരു രസം. ചൂട്ടാട് ബീച്ച് നമ്മളെ പഴയങ്ങാടി എത്തിയിട്ട് അവിടെ നിന്നൊരു 11 കിലോമീറ്ററിനടുക്ക അത്രയും ഉണ്ടാവും. പക്ഷെ നല്ല സ്ഥലമാണ്, അത്യാവശ്യം വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ അതിന് മുന്നേ കാപ്പിച്ചായ പോയിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു. കുറേ നാളായി കഴിച്ച് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് നല്ല റോഡ് കിട്ടുമ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ചൂട്ടാട് പോകുന്നതിന് മുന്നേ ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ വണ്ടിക്ക് എക്ര പോയി കിട്ടാലോ എന്ന് വിചാരിച്ചാണ്, പക്ഷെ ഭയങ്കര സൗണ്ട് എക്ര പോയിക്ക്. എക്സോസ്റ്റ് ഭയങ്കര വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സൗണ്ട് വരുന്നു. അവിടെ ബാക്കി ഇതന്നെ ഏറ്റവും ബെസ്റ്റ് എയർ തന്നെയാണ് ടൈഗറിന്. അത് സ്മൂത്ത് സൗണ്ടും, കാരണം ലോങ്ങെല്ലാം അടിക്കുമ്പോൾ മറ്റേത് ഭയങ്കര ഇറിറ്റേഷനാണ്. ഷോർട്ട് ഓക്കെ, പക്ഷെ ലോങ്ങെല്ലാം വരുമ്പോണ്ടല്ലോ മടുക്കാൻ തുടങ്ങും. അപ്പോൾ ഓക്കെ, ഗൈസ് അങ്ങനെ ചായ എല്ലാം കുടിച്ച് നമ്മളിതാ അപ്പം പഴയങ്ങാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് ചൂട്ടാട്ടിലേക്ക് പോകും. അത്യാവശ്യം റഷ് ഉണ്ട്. എന്നുവെച്ചാൽ സാറ്റർഡേ കുറച്ച് കുറേയെന്ന് വിചാരിച്ചിട്ടുണ്ട്, അത്യാവശ്യം. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്താൽ തീരുമാനമായി.
ഗൈസ് അങ്ങനെ പഴയങ്ങാടി എത്തി. പഴയങ്ങാടിയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് വേണം പോവാൻ. ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് വല്ല പിടുത്തമല്ല. ഇങ്ങോട്ടേക്കാണെന്ന് അറിയാം. എടുക്കടാ. ഷൂ ആണ് ഗൈസ്. അപ്പോൾ ഷൂ അതിൽ വെള്ളത്തിൽ മുങ്ങിന കണക്കാവും. ഓനൊന്നും എടുക്കുന്നുമില്ല സ്പീഡിൽ, അതാ പ്രശ്നം. ഗൈസ് അങ്ങനെ ഷൂട്ടഡ് ബീച്ച് എത്താനായി. കുറച്ചും കൂടി പോകണം. ഈ വണ്ടിക്ക് സ്റ്റെബിലിറ്റി നല്ലോണം കേട്ടോ കമ്പാരിറ്റീവ്ലി. കാരണം സ്ലോ റണ്ണിങ്ങും എല്ലാം. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കിയാൽ മതി. നേരത്തെ ഞാൻ കണ്ടില്ലേ, നേരത്തെ മറ്റേ ചാലും വെള്ളത്തിൻ്റെ പറഞ്ഞ കാലുകുത്താൻ പറ്റില്ല എനിക്ക്. വേറെ ഏത് വണ്ടിയാണെന്ന് ഞാൻ കാലുകുത്തേണ്ടി പറ്റി. കാരണം അത്രയും സ്ലോ ആയിരുന്നു. നൈസൊരു പ്ലേസാണ്. ഈവനിങ് ആണ് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ചില്ലായിട്ട് പോവാൻ. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കണം. അത് ഗായ്സ് അങ്ങനെ ചൂട്ടാട് ബീച്ചിൽ നിന്ന് ഇറങ്ങി. നല്ല വൈബായിരുന്നു, മഴയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ നിന്ന് വേറെ വലിയ പരിപാടീസ് ഒന്നുമല്ല, ചെറിയൊരു റൈഡ്. എന്താ നമുക്ക് എല്ലാവർക്കും ഈ വ്യൂസിന് നമുക്ക് എല്ലാവരും കൂടി ഒരു റൈഡ് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. നമുക്കെല്ലാവരും കൂടി ഒരു ദിവസം ഓർഗനൈസ് ചെയ്ത് പോവാം. വലിയൊരു ഡിസ്റ്റൻസ് അല്ലാണ്ട് ഒരു ചെറിയ അത്യാവശ്യം എല്ലാവർക്കും പോയി വരാൻ പറ്റുന്ന ഒരു ഹാഫ് ഡേയിലും പോയിട്ട് വരാൻ പറ്റുന്ന ചെറിയ റൈഡ്, മോർണിംഗ് റൈഡ് വരെ പോവാം. അപ്പം വില്ലിങ് ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. ബസ്സിന് പിന്നെ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ എടുത്ത് ബസ് പോകുന്നുണ്ടോ? എടാ ബസ്സേ കളിക്കല്ലേ. ഇല്ല ഇല്ല, ഞാനിപ്പുറത്തെ ഗേറ്റ് എടുക്കും.
അതൊരു സീനാണ് ഗൈസ്. ഷൂട്ട് കൊണ്ട് കാല് താഴെ മുട്ടിക്കാൻ പറ്റില്ല. ബട്ട് വി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഗൈസ് അങ്ങനെ കറക്കെല്ലാം കഴിഞ്ഞത് പയ്യനിലെത്താനായി. ഇതിപ്പം നല്ല മഴയാണ്, അതുകൊണ്ട് ഞാൻ ഇനി അധികം വിശ്വാസം എടുക്കുന്നില്ല. ലൈറ്റായിരുന്ന ഫുഡും കഴിച്ചിട്ട് നേരെ എല്ലാവരും വീട്ടിലേക്ക് എത്തിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. Until then, bye bye guys. See you.